ശ്രീകൃഷ്ണാർപ്പണമായി വരേണമഖിലം ചിന്തിപ്പതും ചൊൽവതും ചെയ്തിടുന്നതും ഉള്ളിലാഗ്രഹമിറങ്ങിയിട്ടാക മറ്റൊന്നിലും പീലിപ്പൊന്മുടിമാലയും മുരളിയും പൂണ്ടേറെ മെന്നിടുമേ ബാലബ്രഹ്മമകക്കുരും വിളയാടണം നമുക്കം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യതാം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാൽ ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ജനനീം ശാരദാം ദേവീം രാമകൃഷ്ണം ജഗദ്ഗുരും പാദപദ്മേ തയോ ശ്രിത്വാ പ്രണമാമി മുർമുഃ. ജഗദംബികാ സ്മരണം. ശ്രീമഹാദേവി നമഃ. നാരായണനു സഖിയാകിയ പാണ്ഡവന്റെ ഭാരിച്ച ദുർമതമടക്കി വരം കൊടുത്ത കിരാതരൂപധരിയാകിയ ചന്ദ്രചൂടൻ കാരുണ്യമംഗലരുളിട്ടുക സർവകാലം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഭഗവാനും എല്ലാ ഭക്തന്മാർക്കും എന്റെ വിനീത നമസ്കാരം. 84-ാമത്തെ ദശകത്തില് സമന്ത പഞ്ചകത്തിലേക്കുള്ള തീർത്ഥയാത്ര നമ്മൾ കണ്ടു. ആ തീർത്ഥയാത്ര വേളയില് ഭഗവാന്റെ യാദവ വംശത്തിലുള്ള ഒട്ടേറെ പേര് അന്ന് ഭഗവാന്റെ കൂടെ സമന്ത പഞ്ചകത്തിലേക്ക് പോയി. അവർക്കത് ദ്വാരകയിൽ നിന്ന്, ഭാരതത്തിന്റെ പടിഞ്ഞാറേ തീരത്തുള്ള ഭാരതത്തിൽ നിന്ന് കുരുക്ഷേത്രത്തിലേക്കുള്ള യാത്രയായിരുന്നു. അതുപോലെ തന്നെ മധുരയിൽ നിന്നും വൃന്ദാവനത്തിൽ നിന്നുമൊക്കെ ഗോപന്മാരവിടെ വന്നിരുന്നു. ഹസ്തിനപുരത്തിൽ നിന്ന്, അതായത് ഡൽഹി, നമ്മളിപ്പോ പറയുന്ന ഡൽഹി, അവിടെ നിന്ന് കുരു പാണ്ഡവന്മാരും അവിടെ എത്തിയിരുന്നു. ആ സമയത്ത് നമ്മൾ കണ്ടു എങ്ങനെയാണ് ഗോപികമാരുടെ ക്രമികമായിട്ടുള്ള വളർച്ചയെ പറ്റി നമ്മൾ കണ്ടു. അവസാനം അവർക്ക് ഗൃഹാന്തരീക്ഷത്തിൽ ഇരുന്നാലും ശരി ഭഗവാനെ അവരുടെ ഇത്തിരി വട്ടം പോന്ന ദൃഷ്ടി പഥത്തില് ഭഗവാൻ അവർക്ക് ജ്ഞാന സൂര്യോദയമായി തീർന്നു, ആനന്ദ ചന്ദ്രോദയമായി തീർന്നു. അത് നമ്മൾ കണ്ടു. അതേപോലെ തന്നെ ഭഗവാൻ തന്റെ കുടുംബത്തിൽ ഉണ്ടായിട്ട് പോലും വസുദേവർക്ക് ഒരു സംശയം തോന്നി. എങ്ങനെയാണ് ശാന്തി, ആനന്ദം എപ്പോഴും ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണെന്ന് സംശയം തോന്നി. ആ സംശയം നമുക്ക് വേണ്ടിയാണ് മുനിവര്യന്മാര് അദ്ദേഹത്തെ കൊണ്ട് ഒരു ദീർഘമായിട്ട് സത്രം ചെയ്യിപ്പിച്ചു. അങ്ങനെ എല്ലാത്തിന്റെയും സമ്മേളനമാണ്. അതായത് നമുക്ക് ജീവിതത്തില് എല്ലാം സാധാരണക്കാരായിട്ടുള്ള നമുക്ക്, അവധൂതന്മാരെ പറ്റിയല്ല പറയുന്നത്, സാധാരണക്കാരായിട്ടുള്ള നമ്മള് ഒരു ഗൃഹസ്ഥരെ എടുക്കുകയാണെങ്കിൽ, ബ്രഹ്മചാരികള്, ഗൃഹസ്ഥര്, വാനപ്രസ്ഥര്, അങ്ങനെയുള്ളവരെയൊക്കെ എടുക്കുകയാണെങ്കിൽ അവർക്ക് ജ്ഞാനമാർഗത്തിലൂടെ സഞ്ചരിക്കണം. പലപ്പോഴും അവരുടെ സഹായത്തിന്, അവരുടെ ശ്രദ്ധയെ അവർക്ക് ഏകീകരിക്കാൻ പറ്റുന്നത്, ശ്രദ്ധയിൽ അവർക്ക് ഏകാഗ്രത കിട്ടുന്നത് ചിലപ്പോഴൊക്കെ കർമ്മം ചെയ്യുമ്പോഴായിരിക്കും. പലപ്പോഴും കണ്ടംപ്ലേഷനിലൂടെ ആയിരിക്കും. ആലോചിച്ച് ഗോപികമാര് നോക്കും, അവര് ആരും അവർക്ക് എങ്ങനെയാണ് ധ്യാനം എങ്ങനെയാണെന്ന് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. നിധിധ്യാസനം എങ്ങനെയാണ്, മനനം എങ്ങനെയാണ്, അതൊന്നും ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷെ അവർക്കത് നൈസർഗികമായി വന്നു. അങ്ങനെ എല്ലാ മാർഗങ്ങളുടെയും ഒരു ചേർച്ച സമന്ത പഞ്ചക തീരത്തുണ്ടായ
ആ തീർത്ഥയാത്രയിൽ അവര് എത്തിയത് സമന്ത പഞ്ചകം എന്ന തീർത്ഥം ആടാനായിരുന്നു ഒരു സൂര്യഗ്രഹണ കാലത്ത്. അതാണ് നമ്മൾ സമന്ത പഞ്ചകം എന്നുള്ളത് 84-ാമത്തെ ദശകത്തിൽ കണ്ടത്. പിന്നെ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത് പോലെ തന്നെ ശ്രീമദ് ഭാഗവതത്തില് വളരെ വിസ്തരിച്ചിട്ട് വിവരിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് രാജസൂയ യാഗം. അത് വിവരിക്കാൻ ഒരു ജരാസന്ധന്റെ വധവും ഒക്കെ അത് വിവരിക്കാൻ ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട്. കാരണം എന്താ വെച്ചാല് മഹാഭാരത യുദ്ധത്തിന് മുമ്പായിട്ട് തന്നെ ഭഗവാൻ അനേകം ദുഷ്ടരാജാക്കന്മാരെ ഇല്ലാതാക്കി തീർത്തിരുന്നു. അതാണ് ജരാസന്ധനും നമ്മൾ നേരത്തെ കണ്ടതാണ്. ഭഗവാൻ ദ്വാരകാപുരി നിർമ്മിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ജരാസന്ധൻ ആക്രമിച്ചിരുന്നു. കംസനെ ഭഗവാൻ വധിച്ച സമയത്ത് കംസന്റെ പത്നിമാര് അവര് രണ്ടുപേര് ജരാസന്ധന്റെ പുത്രിമാരായിരുന്നു. അതുകൊണ്ട് അന്ന് തന്നെ ജരാസന്ധൻ എത്രയോ അക്ഷൗഹിണി പടകൾ കൂട്ടിയിട്ട് 18 പ്രാവശ്യം ഭഗവാനോട് യുദ്ധത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭഗവാന്റെ ജീവിത ദൗത്യം ആയ ദുഷ്ടസംഹാരം അത് അന്ന് തന്നെ കുറെ നടത്തിയിരുന്നു. ഇനി മഹാഭാരത യുദ്ധത്തിലാണ് അത് കൂടുതലായിട്ട് കാണാൻ പോണത്. അതിനു മുമ്പായിട്ട് ജരാസന്ധനെ മഹാഭാരത യുദ്ധത്തില് കൗരവന്മാരുടെ കൂടെ ചേരാൻ അങ്ങനെ ജരാസന്ധന് കഴിയുന്നില്ല. അത് ജരാസന്ധവധം കൊണ്ടാണ് ഉണ്ടായത്. അത് വർണ്ണിക്കും. അതും രാജസൂയ യാഗവും ഒന്നിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് ശ്രീമദ് ഭാഗവതത്തിൽ അത് ഭംഗിയായി കാണിച്ചിട്ടുണ്ട്. ജരാസന്ധൻ നമ്മൾ നേരത്തെ കണ്ടതാണ്. നരകാസുരൻ എങ്ങനെയാണോ അനേകം കന്യകമാരെ തന്റെ തടവറയിൽ കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരുന്നത്. 16,100 പേരെ പറ്റി നമ്മൾ കണ്ടു. അവരെയൊക്കെ ഭഗവാൻ സനാഥകളാക്കി. അവരെ എല്ലാവരെയും വീട്ടിലേക്ക് തിരിച്ചയക്കാൻ ശ്രമിച്ച സമയത്ത് നരകാസുരന്റെ വധത്തിന് ശേഷം അവരെ എല്ലാവരെയും വീട്ടിലേക്ക് തിരിച്ചയക്കാൻ ശ്രമിച്ച സമയത്ത് അവർക്ക് പറയാനുള്ളത് ഇതാണ്: അവരെ ഇനി കുടുംബത്തിൽ സ്വീകരിക്കുമോ സ്വീകരിക്കപ്പെടുമോ എന്നറിയില്ല. അന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു അസുരന്റെ തടവറയിൽ ഇത്ര കാലം ജീവിച്ച സ്ത്രീകളെ അവർക്ക് ഇനി തിരിച്ചു പോയിട്ട് ഒരു അവരുടെ കുടുംബത്തിലുള്ളവർ അവരെ സ്വീകരിക്കുക, എന്നിട്ട് പിന്നെ അവർക്ക് വേറൊരു വിവാഹ ജീവിതം, അതൊന്നും സാധ്യമായിരുന്നില്ല. അങ്ങനെ അവരെ സനാഥകളാക്കാൻ ഭഗവാൻ തീർച്ചയാക്കി അവരെ എല്ലാവരെയും ഭഗവാൻ സ്വീകരിച്ചു. അങ്ങനെയാണ് ഭഗവാന് പ്രധാനപ്പെട്ട 8 പട്ടമഹിഷിമാരെ പറ്റിയിട്ട് പട്ടമഹിഷിമാരെ പറ്റി പറയുന്ന 8 പേരെ പറ്റി പറയുന്നതിന്റെ കൂടെ അതേ സ്ഥാനം തന്നെ ഭഗവാൻ 16,100 പേർക്കും കൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ അതിൽ അവർക്ക് ഉണ്ടായിരുന്ന സായുജ്യം, അത് സന്തോഷം, സാഫല്യം, ജീവിത സാഫല്യം, അതൊക്കെ നമ്മള് ദ്രൗപദി ദേവി ഓരോരുത്തരോടും ചോദിക്കും, എങ്ങനെയാണ് ഭഗവാനെ പതിയായി കിട്ടിയത് എന്ന് ചോദിക്കും. ആ സമയത്ത് അവരോരോരുത്തരും അതിന് ഉത്തരം പറയുമ്പോൾ ഈ 16,100 പേരും അവരുടെ അനുഭവവും പറയുന്നുണ്ട്. ഭഗവാൻ അവരെയൊക്കെ സനാഥകളാക്കി തീർത്തു. ഇവിടെ ഉണ്ടായത് ജരാസന്ധൻ സ്ത്രീകളെയല്ല, പുരുഷന്മാരെ, രാജാക്കന്മാരെ, സാധാരണ പുരുഷന്മാരെയല്ല, രാജാക്കന്മാരെ 20,000 ചില്ലാനം, ഇവിടെ പറയുന്നത് 20,800 എന്ന് പറയുന്നുണ്ട്. നാരായണീയത്തിൽ എടുത്തു പറയുന്നുണ്ട്. 20,000 ചില്ലാനം രാജാക്കന്മാരെ കൊണ്ടുവന്ന് തടവറയിൽ ആക്കിയിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഇത്രയധികം സ്വത്തും പിന്നെ സൈന്യവും ഒക്കെ കൈവന്നത്. അങ്ങനെയായിരുന്നു. അങ്ങനെയുള്ള ജരാസന്ധന്റെ തടവറയില് കഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്ന ഈ രാജാക്കന്മാര് 20,000-ലധികം പോന്ന രാജാക്കന്മാര് അവര് ഭഗവാൻ ഒരു സന്ദേശം അയക്കും, ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം ഇവിടെ വന്നിട്ട്. ഭഗവാൻ അല്ലാതെ വേറെ ആർക്കും അത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ അവര് അത് ആവശ്യപ്പെട്ട സമയത്ത് നോക്കൂ, എല്ലാ തരത്തിലും ആ സ്ത്രീകള് അനാഥകളായി പോവും. അതല്ലെങ്കിൽ ഇവരുടെ രാജ്യം മുഴുവനും രാജ്യലക്ഷ്മി ഇല്ലാതായി തീരും. ഇവരെല്ലാവരും തന്നെ രാജാവ് എന്നുള്ള പദവിയിൽ നിന്ന് നിഷ്കാസിതരായി തീരും, നിരാലംബരായി തീരും, നിസ്സഹായരായി തീരും. അങ്ങനത്തെവരെ രക്ഷിക്കാൻ ആർക്ക് കഴിയും? ഭഗവാന് മാത്രമേ കഴിയുള്ളൂ. അവരെ രക്ഷിച്ചിട്ട് തനിക്ക് എന്ത് കിട്ടും എന്ന് സാധാരണ ജനങ്ങൾ
സാധാരണ മറ്റു രാജാക്കന്മാർ വിചാരിക്കുമെങ്കിൽ ഭഗവാൻ അങ്ങനെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് സഹായം ഈ ലോകത്തിൽ ചെയ്തു തരുന്ന ഒരേ ഒരു വ്യക്തി ഭഗവാനാണ്. നമുക്ക് പലരും സഹായം ചെയ്തു തരുമ്പോ ആരും ആലോചിക്കില്ല. പലരുമൊക്കെ തിരിച്ചൊന്നും ആഗ്രഹിക്കാതെ ചെയ്തു തന്നു എന്ന് വരും. പക്ഷെ പിന്നീട് നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള പെരുമാറ്റത്തിൽ അവർക്ക് തൃപ്തി വന്നില്ലെങ്കിൽ അവർക്ക് തോന്നും, ഞാൻ ഇത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ടും എനിക്ക് എന്ത് കിട്ടി? അവരിത്രയധികം നന്ദികേട് കാണിക്കണ്ടല്ലോ. നന്ദിയും നന്ദികേടും നോക്കാതെ ആരെങ്കിലും നമ്മെ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ മാത്രമാണ്. ഭഗവാന് ആ സന്ദേശം കിട്ടി. ആ സമയത്ത് അവരെ രക്ഷിക്കാൻ പോണ്ടേന്ന് ആലോചിക്കുമ്പോഴേക്കും ഭഗവാന് മറ്റൊരു സന്ദേശം കൂടി കിട്ടും. അത് യുധിഷ്ഠിരന്റെ കയ്യിൽ നിന്നായിരുന്നു. യുധിഷ്ഠിരൻ ഇന്ദ്രപ്രസ്ഥം സ്ഥാപിച്ചു. അവിടെ മഹത്തായിട്ടുള്ള രാജ്യലക്ഷ്മി കളിയാടുണ്ട്. ഇന്ദ്രന്റെ ഭവനത്തെക്കാൾ മനോഹരമായിരുന്നു അവിടെ യുധിഷ്ഠിരന്റെ ഭവനം. മഹേന്ദ്രന്റെ സാമ്രാജ്യത്തിലുള്ളതിനേക്കാൾ ശ്രീയായിരുന്നു അന്ന് ഇന്ദ്രപ്രസ്ഥത്തിന്. അങ്ങനെയുള്ള ഇന്ദ്രപ്രസ്ഥം സ്ഥാപിച്ച ശേഷം അദ്ദേഹത്തിന് തോന്നി, ഒരു യാഗം നടത്തണം. ഭഗവാന്റെ മഹിമ, ഭഗവാനെ ആരാധിച്ചുകൊണ്ടൊരു യാഗം നടത്തണം. ആ യാഗം ഭംഗിയായി നടന്നാൽ അത് ഭക്തന്മാരുടെ വിജയമാണ്. ഭഗവാനെ ആശ്രയിച്ചത് കൊണ്ടാണ് ഇതിങ്ങനെ നന്നായി നടന്നത് എന്നുള്ളത് ലോകരറിയും എന്നൊക്കെ വിചാരിച്ചു. അവിടെ അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോഴേക്ക്, ഇത്രയൊക്കെ ചിന്ത കൊണ്ടുപോകുമ്പോഴേക്ക് അതിലെവിടെയോ ഒരു അഹങ്കാരം വന്നുവോ എന്ന് നമുക്ക് സംശയം തോന്നും. അതാണ് പിന്നെ രാജസൂയം കഴിഞ്ഞുണ്ടായ ചില കാര്യങ്ങൾ, ചൂതുകളിയും അവരുടെ കാട്ടിലേക്കുള്ള പോക്കും ഒക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് അറിയാനുള്ളത്. അപ്പോ ഇവിടെ ഭഗവാന് കിട്ടിയ സന്ദേശം ഇതായിരുന്നു. അത് ശ്രീനാരദ മഹർഷിയാണ് യുധിഷ്ഠിരന്റെ ആ ആഗ്രഹം ഭഗവാനെ വന്ന് അറിയിച്ചത്. ഭഗവാൻ സുധർമ്മയില്, ദ്വാരകയില് സുധർമ്മയിൽ ഇരിക്കുന്ന സമയത്ത് ഭഗവാന്റെ അടുത്ത് ശ്രീനാരദ മഹർഷി വന്നിട്ട് പറയും, യുധിഷ്ഠിരന്, അതായത് അങ്ങയുടെ ഭക്തന്, കുന്തിദേവിയുടെ, കാരണം കുന്തിദേവിയുടെ പുത്രന്മാരെ ഭഗവാന് ഒരു പ്രത്യേക സ്നേഹമാണ്. എല്ലാവരും പാർത്ഥന്മാരാണ്, പൃഥയുടെ പുത്രന്മാർ. അവരിൽ ജ്യേഷ്ഠനായിട്ടുള്ള രാജാവായിട്ടുള്ള യുധിഷ്ഠിരൻ ഇതാ അറിയിച്ചിരിക്കുന്നു, അദ്ദേഹത്തിന് ഒരു യാഗം നടത്തണം. ആ യാഗം അങ്ങനെ ഭംഗിയായി നടക്കണം എന്നുണ്ടെങ്കിൽ ഭഗവാൻ തന്നെ അവിടെ ചെല്ലണം. ഈ യാഗത്തിലൊക്കെ ആരെ ഉദ്ദേശിച്ചിട്ടാണോ യാഗങ്ങൾ നടക്കുന്നത്, ആ വ്യക്തി അല്ലെങ്കിൽ ആ ശക്തി തങ്ങളുടെ ഒരു അടുത്ത ബന്ധുവായിട്ട് ഇരിക്കുമ്പോൾ ആദ്യം ആ വിവരം അറിയിക്കേണ്ടത് ആ ബന്ധുവെ തന്നെയല്ലേ, ഭഗവാനെ തന്നെയല്ലേ. അങ്ങനെയാണ് ശ്രീനാരദ മഹർഷിയുടെ കയ്യിൽ ഈ ദൗത്യം കൊടുത്തയച്ചത്. അങ്ങനെ ശ്രീനാരദ മഹർഷി അവിടെ വന്ന് പറഞ്ഞപ്പോ രണ്ടും ഒന്ന് അറിയാതെ എവിടേക്കോ ഏതൊക്കെയോ കാരാഗ്രഹത്തിൽ കിടക്കുന്ന 20,000 ചില്ലാനം രാജാക്കന്മാരുടെ ഒരു വളരെ അവരുടെ ജീവൻ മരണ പ്രശ്നത്തില് നിന്നുകൊണ്ട് അവരയച്ചിട്ടുള്ള ഒരു സന്ദേശമാണ്. മറ്റതാണെങ്കിൽ ഭഗവാനെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് ഒരു യാഗം നടത്തണം എന്ന് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള ഈ കൗന്തേയന്മാര് അവരയച്ചിട്ടുള്ള, യുധിഷ്ഠിരൻ അയച്ചിട്ടുള്ള സന്ദേശമാണ്. ഇവിടെ ആദ്യം പോണം എന്ന് വിചാരിച്ച സമയത്ത് ഉദ്ധവനോടാണ് ആദ്യം ഭഗവാൻ ചോദിക്കുന്നത്. കാരണം ഉദ്ധവൻ ഭഗവാന്റെ ഈ ദ്വാരകയിലെ മന്ത്രിയാണ്, പൂർവജന്മത്തിലെ ബൃഹസ്പതി ശിഷ്യനാണ്, ബുദ്ധിസത്തമനാണ്. അദ്ദേഹത്തോട് ചോദിക്കാം എന്ന് വിചാരിച്ചു. ഭഗവാൻ അറിയാഞ്ഞിട്ടല്ല, എന്നാലും ഉദ്ധവന്റെ മഹിമ എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം. വ്യാവഹാരിക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് അതിന്റെ ടൈം മാനേജ്മെന്റ്, ഏത് സീക്വൻസിൽ ഏത് ആദ്യം വരണോ അത് ചെയ്താൽ എങ്ങനെയാണ് ഏറ്റവും കുറഞ്ഞ സമയത്തിൽ കാര്യങ്ങൾ നടത്തിയെടുക്കേണ്ടത്. ഉദ്ധവൻ പറയും, നമുക്ക് രണ്ടിനും കൂടി പുറപ്പെടാം, ഒന്നിച്ച് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാല്, രാജസൂയ യജ്ഞം നടക്കുന്ന സമയത്ത് എല്ലാവരെയും, അത് മറ്റുള്ള രാജാക്കന്മാരൊക്കെ ആ രാജസൂയ യാഗം നടത്തുന്ന രാജാവിന്റെ പരമാധികാരം സ്വീകരിക്കണം. സ്വീകരിച്ചില്ലെങ്കിൽ ഒരു യുദ്ധം നടക്കണം. യുദ്ധം നടന്നിട്ട് നിശ്ചയിക്കണം ആർക്കാണ് പരമാധികാരം നൽകുക. അപ്പൊ അതിനു വേണ്ടി പുറപ്പെടുമ്പോൾ കുതിരയെ നാനാ സ്ഥലത്തേക്ക് അയക്കും, സൈന്യങ്ങളെ നാനാ സ്ഥലത്തേക്ക് അയക്കും. അങ്ങനെ എതിർത്ത് നിൽക്കാൻ കെൽപ്പ് കാണുന്നവരോട് യുദ്ധം ചെയ്യണം.
പല രാജാക്കന്മാരും എതിർത്ത് നിൽക്കാതെ യുധിഷ്ഠിരന്റെ പരമാധികാരം അനുവദിച്ചു കൊടുക്കും. ചില ആൾക്കാരെങ്കിലും വെല്ലുവിളിക്കും. ജരാസന്ധൻ തീർച്ചയായിട്ടും വെല്ലുവിളിക്കും. അപ്പൊ ജരാസന്ധന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് ജരാസന്ധനെ വെല്ലുവിളിച്ചിട്ട് തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഈ രാജസൂയ യാഗത്തിന്റെ മുന്നോടിയായിട്ട് ജരാസന്ധനെ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജരാസന്ധനെ കൊല്ലുക എന്നുള്ള ആ ദൗത്യവും അവിടെ നിറവേറ്റപ്പെടും. അതുകൊണ്ട് നമുക്ക് ആദ്യം ഒന്നിച്ചു പോവുക, എല്ലാവരും കൂടി ദ്വാരകയിൽ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോവുക. ദ്വാരകയിൽ നിന്ന് ഭഗവാനും ബന്ധുക്കളും പത്നിമാരും എല്ലാവരും കൂടി പുറപ്പെടുക. അവിടെ ചെന്നു കഴിഞ്ഞാല് രാജസൂയ യാഗം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നാനാദിക്കിലേക്കും സൈന്യങ്ങളെ അയക്കുമല്ലോ. ഒരു ഭാഗത്തേക്ക് ചിലപ്പോ സഹദേവനായിരിക്കും പോവുക, ഏറ്റവും ഒടുവിലുള്ള സഹോദരൻ യുധിഷ്ഠിരന്റെ. മറ്റൊരു ഭാഗത്തേക്ക് നകുലനായിരിക്കും. അങ്ങനെ ഓരോരോ ദിശയിലും എതിരാളികൾ ഉണ്ടെങ്കിൽ അവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് യുധിഷ്ഠിരന്റെ സഹോദരന്മാര്, ബന്ധുക്കള്, സേനാനായകന്മാര് അവർക്കൊക്കെ പുറപ്പെടേണ്ടി വരും. അങ്ങനെ അങ്ങ് തീർച്ചയാക്കി പുറപ്പെട്ടു. ഒരു ശ്രീമദ് ഭാഗവതത്തിൽ വർണ്ണിക്കുന്നുണ്ട്, ദ്വാരക നിൽക്കുന്നത് തന്നെ സമുദ്ര തീരത്താണ്. സമുദ്രം തന്നെ നീങ്ങി വരുന്നത് പോലെയായിരുന്നു 16,108 പത്നിമാരും മറ്റ് ബന്ധുക്കളും യാദവന്മാരും എല്ലാവരും കൂടി ഇന്ദ്രപ്രസ്ഥത്തെ ലാക്കാക്കിയിട്ട് ദ്വാരകയിൽ നിന്ന് അങ്ങനെ പുറപ്പെട്ടു പോവുകയാണ്. രാജ്യങ്ങളും നാട്ടുരാജ്യങ്ങളും ഒക്കെ കടന്ന് അങ്ങനെ പോവുകയാണ്. വലിയൊരു ഒരു സമുദ്രം അലകൾ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് പോലെയാണ് ആ യാത്ര. അവിടെ എത്തിയ സമയത്ത് എല്ലാവരെയും വേണ്ട വിധം സ്വീകരിക്കാൻ യുധിഷ്ഠിരന് കഴിവുണ്ടായിരുന്നു. ഭഗവാനെയും പരിവാരങ്ങളെയും വേണ്ട പോലെ സ്വീകരിച്ചു. അതിനുശേഷം ഭഗവാനും അർജുനനും ഭീമനും 3 പേര് അവരാണ് ജരാസന്ധന്റെ കൊട്ടാരത്തിലേക്ക് പോണത്. ഗിരിവ്രജം എന്നാണ് ജരാസന്ധന്റെ രാജ്യത്തിന്റെ പേര്. കൊട്ടാരത്തില് അവിടെ പോകും. അവിടെ പോകുന്ന സമയത്ത് ജരാസന്ധന് ഒരു നല്ല സ്വഭാവമുണ്ട്. അത് പ്രത്യേകിച്ച് രാവിലത്തെ പൂജ കഴിഞ്ഞ് ബ്രാഹ്മണർക്ക് ധാരാളം ദാനം കൊടുക്കും. ബ്രാഹ്മണർ ആരെന്ത് ചോദിച്ചാലും അത് ഇല്ല എന്ന് പറയില്ല. കർണന്റെ സ്വഭാവം നമുക്കറിയാം. അതുപോലെയൊക്കെയാണ് ജരാസന്ധൻ. ജരാസന്ധനാണെങ്കിലോ ഒരു മനുഷ്യനാണ്, പക്ഷേ ഒരു ജര എന്നു പേരായിട്ടുള്ള ഒരു അസുരസ്ത്രീ എന്ന് പറയണോ, ഒരു മനുഷ്യ ഇതിൽ പെട്ടതല്ല, മനുഷ്യഗണത്തിൽ പെട്ടതല്ല, അല്ലാതെ ഉള്ള ഒരു സ്ത്രീ. അതായത് പലരുണ്ടാവുമല്ലോ, പിശാചുകൾ ഉണ്ടാവും, അസുരന്മാരുണ്ടാവും, രാക്ഷസന്മാരുണ്ടാവും, പിന്നെ കുറെ ആ തരത്തിലുള്ള കുറെ ജീവികൾ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ജര എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് ജരാസന്ധനെ ജീവിച്ചിരിക്കാൻ അനുവദിച്ചത്. അതായത് ജരാസന്ധന്റെ അച്ഛന് 2 പത്നിമാരുണ്ടായിരുന്നു. ഒരു പത്നിക്ക് കൊടുക്കാൻ കിട്ടിയ പഴം 2ആയി മുറിച്ച് 2 പേർക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. 2 പേരും പ്രസവിച്ചു. 2 പേരും പ്രസവിച്ചത് ഒരു മനുഷ്യ ശരീരത്തിന്റെ പകുതി ഭാഗമായിരുന്നു. ഒരു മനുഷ്യ ശരീരം നെടുകെ കീറിയാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനത്തെ ഭാഗമായിരുന്നു അത്. ഒട്ടും പറ്റില്ല എന്നുള്ള നിലയിൽ, അങ്ങനത്തെ കുട്ടികളെ വളർത്താൻ പറ്റില്ല എന്നുള്ള നിലയിൽ അതെല്ലാം കെട്ടി പൊതിഞ്ഞ് കാട്ടിലെവിടെയോ കൊണ്ടുപോയി ഉപേക്ഷിച്ചിരുന്നു രാജാവിന്റെ ആജ്ഞയിൽ. അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു പൊതിയിലാണ് ജരയ്ക്ക് ഈ കുട്ടികളെ 2 ഭാഗങ്ങളെ കിട്ടിയത്. തനിക്ക് കഴിക്കാൻ പറ്റിയ മാംസാണെന്ന് വിചാരിച്ചു. പക്ഷെ അത് രണ്ടും ചേർത്ത് വെച്ചപ്പോൾ അത് ഒന്നായി തീർന്നു, ഒരു കുട്ടിയായി തീർന്നു. അങ്ങനെ കുട്ടിയായി കിട്ടിയ സമയത്ത് താൻ തന്നെയല്ലേ ജീവൻ കൊടുത്തത്, പിന്നെ കൊല്ലില്ല. ആ കുട്ടിയെ കൊണ്ടുപോയി കൊട്ടാരത്തിൽ തന്നെ ഏൽപ്പിക്കും, രാജാവിന് സമർപ്പിക്കും. പിന്നെ ആ ജരാസന്ധൻ അവിടെ രാജപുത്രനായിട്ട് അങ്ങനെ വളർന്നു വരും. ആ ജരാസന്ധന്റെ ഒരു സ്വഭാവമായിരുന്നു ഇത്. ബ്രാഹ്മണർ എന്തു വന്ന് ചോദിച്ചാലും കൊടുക്കും. അപ്പൊ ബ്രാഹ്മണരുടെ വേഷത്തിലാണ് ഭഗവാനും ഈ 2 യുധിഷ്ഠിരന്റെ സഹോദരന്മാരും ഭീമനും അർജുനനും അവിടെ പോണത്. അങ്ങനെയാണ് അവർ യാത്ര. അങ്ങനെയാണ് പിന്നെ ജരാസന്ധനെ ഭീമൻ കൊല്ലും. അത് കഴിഞ്ഞിട്ട് പിന്നെ രാജസൂയം യജ്ഞം ഭംഗിയായിട്ട് നടക്കും. ആ സമയത്ത് അഗ്രപൂജ നടത്താൻ, അഗ്രപൂജ എന്ന് പറയും, അഗ്രപൂജ എന്ന് പറയും, യാഗവേളയില് ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനത്ത് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആളെ ഇരുത്തി പൂജ ചെയ്യണം.
ആരെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട് സഹദേവൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. മഹാഭാരതത്തില് ഭീഷ്മരും അത് ഭീഷ്മരും അത് പറഞ്ഞു. സഹദേവനും അത് അത് തന്നെ പറഞ്ഞു. അങ്ങനെ ഏറ്റവും മുതിർന്ന ആളും ഏറ്റവും ഇളയ ആളും അതിനെപ്പറ്റി പറഞ്ഞു. അങ്ങനെ യുധിഷ്ഠിരൻ എന്തിനു വേണ്ടി ആലോചിച്ചു ഇത്ര നേരം, ഇത് നേരത്തെ തോന്നേണ്ടതായിരുന്നില്ലേ എന്നുള്ള മട്ടില് അങ്ങനെ ഭഗവാനെ അഗ്രാസനത്തിൽ ഇരുത്തി പൂജ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ആ സമയത്ത് ആ സദസ്സില് ജരാസന്ധന്റെ സഖാവായിട്ടുള്ള ശിശുപാലൻ ഉണ്ടായിരുന്നു. ഈ ശിശുപാലനെയും ജരാസന്ധനെയും നമ്മൾ ഒരുമിച്ച് രുക്മിണി സ്വയംവര വേളയിൽ കണ്ടിട്ടുണ്ട്. അവര് ബന്ധുക്കളായിരുന്നു. ഇപ്പൊ ജരാസന്ധനില്ല. ശിശുപാലനാണെങ്കിൽ വളരെ കൂടുതൽ ദേഷ്യം ഉണ്ടാവും. ജരാസന്ധനെ ഇല്ലാതാക്കുന്നത് ഭീമനാണ് കൊന്നതെങ്കിലും അതിനൊക്കെ കാരണക്കാരൻ കൃഷ്ണനാണ്. ആ കൃഷ്ണനെയാണ് ഇപ്പൊ അഗ്രാസനത്തിൽ ഇരുത്തിയിരിക്കുന്നത്. അപ്പൊ ശിശുപാലൻ ആരാണെന്നുള്ളത് നമ്മൾ ഓർമ്മിക്കണം. ശിശുപാലൻ, ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, അവരെ പറ്റി നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ദിതി ദേവിയുടെ 2 പുത്രന്മാര്. അവര് പിന്നീട് ശ്രീരാമനും ജയവിജയന്മാരാണ്. ദേവന്മാരായിട്ടുള്ള ജയവിജയന്മാര്, വൈകുണ്ഠത്തില് ജയവിജയന്മാര് ഭഗവാൻ, അസുരന്മാരല്ല, അവര് ദേവന്മാരായിരുന്നു, ഭഗവാന്റെ കാവൽക്കാരായിരുന്നു. അവിടെ സനകാദികൾ വരുന്ന സമയത്ത് സനകാദികള് 4 മഹർഷിമാര് ചെറിയ കുട്ടികളെ പോലെയാണ്. 5 വയസ്സ് അതിൽ കൂടുതൽ പ്രായം തോന്നില്ല അവരുടെ തപസ്സുകൊണ്ടും അവരുടെ നിഷ്കളങ്കത കൊണ്ടും. അങ്ങനെ കുട്ടികൾ 4 പേര് വന്ന് ഭഗവാന്റെ വൈകുണ്ഠത്തില് ഭഗവാൻ ഇരിക്കുന്നിടത്തേക്ക് കയറാൻ വേണ്ടി പുറപ്പെട്ട സമയത്ത് ജയവിജയന്മാര് ചൂരൽ കൊണ്ട് തടുക്കും. എന്നിട്ട് കടക്കരുത് എന്ന് പറയും. ഉടനെ ഈ സനകാദികൾക്ക് വൈകുണ്ഠത്തില് ദേഷ്യത്തിന് സ്ഥാനമില്ല. മഹർഷിമാരുടെ മനസ്സിലും ദേഷ്യത്തിന് സ്ഥാനമില്ല. പക്ഷേ ജയവിജയന്മാർക്ക് കുറച്ചു കാലമായിട്ട് വളരെയധികം അഹങ്കാരം ഉണ്ടായിരുന്നു. ലക്ഷ്മി ദേവിയെ പോലും തടഞ്ഞു നിർത്താനുള്ള ധാർഷ്ട്യം അവർ കാണിക്കാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് കിട്ടേണ്ടത് ആ സമയത്ത് കിട്ടിപ്പിച്ചേ കഴിയും. അങ്ങനെ സനകാദികള് ശപിക്കും, നീചയോനിയിൽ പോയിട്ട് ജനിക്കട്ടെ എന്ന്. അപ്പോഴാണ് ഭഗവാൻ അവിടെ വരുന്നത്. ഭഗവാൻ അവിടെ വന്ന സമയത്തും ഭഗവാന് തോന്നും സനകാദികൾ ചെയ്തത് ശരി തന്നെയാണ്. എന്നാൽ 3 ജന്മം മതി നീചയോനിയിൽ പോയി ജനിക്കുക. അതിൽ പിന്നെ അവരെ എൻ്റെ അടുത്ത് തന്നെ തിരിച്ചു വരട്ടെ. ഭഗവാൻ വലിയ വാത്സല്യമാണ് ജയവിജയന്മാരോട്. 3 ജന്മത്തിലായിട്ട് ഈ ശാപം തീരട്ടെ. അപ്പൊ അവരും പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ 3 ജന്മം പോവാതെ നിവൃത്തിയില്ല, ബ്രാഹ്മണ ശാപാണ്. ഈ 3 ജന്മത്തിലും ഭഗവാനിൽ നിന്ന് മനസ്സ് വേറെ എവിടെയും പോകരുത്, ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കണം എന്ന്. അങ്ങനെയാണ് ആ ചിന്തയ്ക്ക് നീച ജന്മത്തിലല്ലേ അവിടെ ഈ ചിന്ത, ഭഗവാനോടുള്ള ഭക്തി സ്നേഹം അങ്ങനെയല്ല, ഭഗവാനോട് ദേഷ്യമാണ്. അതുകൊണ്ടാണ് ഭഗവാനോടുള്ള ചേർച്ച എങ്ങനെയാണ്, നമ്മളൊക്കെ പല യോഗങ്ങളെ പറ്റി കേൾക്കും, പലതരത്തിലുള്ള യോഗങ്ങള്, ഉപാസനാ മാർഗങ്ങള്. ഇവർക്കുണ്ടായിരുന്നത് സംരംഭ യോഗമാണ്. യുദ്ധത്തിലൂടെയാണ് ഭഗവാനുമായിട്ട് ഐക്യം നേടേണ്ടത്. അങ്ങനെ ആദ്യത്തെ ജന്മം ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനുമായി. രണ്ടാമത്തെ ജന്മം അത് ദിതി ദേവിയുടെ പുത്രന്മാരായിട്ടാണ് വന്നത്. പിന്നെ രണ്ടാമത്തെ ജന്മത്തില് രാവണനും കുംഭകർണനുമായിട്ട് വന്നു. മൂന്നാമത്തെ ജന്മത്തില് അത് ആദ്യത്തെ അസുരന്മാരായിരുന്നു. രാവണൻ രാക്ഷസനാണ്. രണ്ടാമത്തെ ജന്മത്തിൽ അവര് രാക്ഷസന്മാരായിരുന്നു. പിന്നെ മനുഷ്യരായിട്ട് ദന്തവക്ത്രനും ശിശുപാലനും. അങ്ങനെ അവര് മൂന്ന് ജന്മം. ആ ശിശുപാലന്റെ മൂന്നാമത്തെ ജന്മാണ്. ഭഗവാനിലേക്ക് എത്തേണ്ട സമയമായി കഴിഞ്ഞു. അങ്ങനെയായ സമയത്താണ് ഈ അഗ്രപൂജ നടക്കുന്നത്. ഭഗവാൻ എഴുന്നേറ്റ് നിന്ന് ഭഗവാനെ വെല്ലുവിളിച്ചു, ഭഗവാനെ അധിക്ഷേപിച്ചു പറഞ്ഞു, എല്ലാവരെയും കൂടെ അധിക്ഷേപിച്ചു പറഞ്ഞു. ഇത്രയേറെ സജ്ജനങ്ങൾ കൂടിയിട്ടുള്ള ഈ വേദിയില് ഈ മനുഷ്യനെ ചെറിയ കുട്ടിയാവുമ്പോ തന്നെ കള്ളത്തരം കാണിച്ച് ശീലിച്ചിട്ടുള്ളത്, സ്ത്രീകളുടെ വസ്ത്രം അപഹരിക്കുക, സ്വയംവര വേളയില് രാജകന്യകമാരെ, രുക്മിണി ദേവി അദ്ദേഹത്തിന് തന്നെ വിവാഹം ചെയ്യാൻ നിശ്ചയിച്ചതായിരുന്നല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ച സമയത്ത് ഭഗവാൻ ചക്രം അയച്ചിട്ട് ശിശുപാലനെ കൊല്ലും. അതും നമ്മൾ ഈ സമയത്ത് കാണുന്നുണ്ട്, രാജസൂയ യജ്ഞവേളയിൽ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ദുര്യോധനന്
രാജസൂയത്തിന്റെ ആ പ്രതാപം കണ്ടിട്ട്, ഇന്ദ്രപ്രസ്ഥത്തിന്റെ കൊട്ടാരം കണ്ടിട്ട് അസൂയ വളരെ കൂടിയിട്ടുണ്ട് മനസ്സില്. ഇന്ദ്രപ്രസ്ഥം എന്നുള്ള കൊട്ടാരം കണ്ടപ്പോഴും രാജസൂയം ഭംഗിയായി നടന്നപ്പോഴും എല്ലാവരും അനുമോദിച്ചു യുധിഷ്ഠിരാദികളെ. ഒരാൾക്ക് മാത്രമാണ് അപ്രീതി തോന്നിയത്, അത് ദുര്യോധനൻ. ദുര്യോധനൻ അതൊക്കെ കഴിഞ്ഞ് കൊട്ടാരത്തിൽ നിന്ന് അങ്ങനെ നടക്കുന്ന സമയത്ത് സ്ഥലജല വിഭ്രാന്തി വന്നിട്ട് എവിടെയാണ് സ്ഥലം, എവിടെയാണ് വെള്ളം എന്നറിയണില്ല. അത്രയ്ക്ക് ചാതുരി, ശില്പചാതുരിയായിരുന്നു ഇന്ദ്രപ്രസ്ഥത്തിന്. അത് കണ്ട സമയത്ത് അങ്ങനെ അഹങ്കരിച്ച് അസൂയാണ് ഉള്ളില്, പക്ഷെ ഇതൊന്നും സാരമില്ല എന്നുള്ള മട്ടില് അനവധാനതയോടുകൂടി നടന്ന സമയത്ത് വെള്ളത്തിൽ വീണു. ആ സമയത്ത് പാഞ്ചാലി ദേവിയും ഭീമനും ഒക്കെ അത് കണ്ടു. അവർക്ക് ചിരി വന്നു. എങ്ങനെയാ ചിരിക്കാന്ന് ഭീമൻ ചിരിച്ചു. ദ്രൗപദി എങ്ങനെയാ ചിരിക്കാന്ന് വിചാരിച്ചപ്പോഴേക്കും ഭഗവാൻ കണ്ണുകൊണ്ട് കാണിച്ചു, ചിരിച്ചോളാൻ അനുമോദനം കൊടുത്തു. അവരെല്ലാവരും കൂടി ചിരിച്ചു. ചിരിച്ച സമയത്ത് ദുര്യോധനന് വാശി വന്നു. പിന്നെയാണ് പോയിട്ട് അച്ഛനോട്, ധൃതരാഷ്ട്രോട് പറഞ്ഞ്, ശകുനിയോട് പറഞ്ഞ്, അച്ഛനോട് പറഞ്ഞ്, അങ്ങനെ യുധിഷ്ഠിരനെ ചൂതുകളിക്ക് വിളിക്കുന്നതൊക്കെ. ഈ കഥാഭാഗങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. 11 ശ്ലോകങ്ങളാണ് ഈ ദശകത്തിലുള്ളത്. പൃഥ്വി എന്ന് പറഞ്ഞിട്ടുള്ള വൃത്തമാണ്. 85ാമത്തെ ദശകം, 1ാമത്തെ ശ്ലോകം. തതോ മഗധ ഭൂഭൃതാ ചിരനിരോധ സംക്ലേശിതം ശതാഷ്ടകയുധായുധദ്വിതയമീശ ഭൂമിഭൃതം അനാഥ ശരണായതേ കമപി പൂരുഷം പ്രാഹിണോദ് അയാചത സ മാഗധക്ഷപണമേവ കിം ഭൂയസ. ആ സമയത്താണ് മഗധ രാജാവിന്റെ കൊട്ടാരത്തില് ചിരനിരോധ സംക്ലേശിതം, എത്രയോ കാലമായിട്ട് തടവില് പാർത്തുകൊണ്ടിരിക്കുന്ന ആ ഭൂമിഭൃതാം, ആ രാജാക്കന്മാര് എത്ര പേര്? ശതാഷ്ടക യുധായുധദ്വിതയമീശ, 20,800 പേര്. ശതാഷ്ടകം 800, അഷ്ടകം 800, ശതാഷ്ടകം അഷ്ടകം 8, ശതാഷ്ടകം 800. അത് ഏതിന്റെ കൂടെ? അയുധദ്വിതയം 10,000 10,000 20,000, 20,800 രാജാക്കന്മാരുടെ സന്ദേശം ഭഗവാന് കിട്ടുന്നത്. എന്താ പറയണത്? അനാഥ ശരണായതേ കമപി പുരുഷം പ്രാഹിണോദ്. അവര് ഏറ്റവും നിസ്സഹായരാണ്. ഭഗവാനെ ആശ്രയിച്ചിട്ട് ഒരു ദൂതന്റെ കയ്യിൽ, ഏതോ ഒരു ദൂതന്റെ കയ്യിൽ ഒരു സന്ദേശം കൊടുത്തയച്ചു. എന്താണ് പറയണത്? അവര് യാചിക്കുകയാണ് ഭഗവാനോട്, വന്നിട്ട് ഈ മഗധ രാജാവിനെ കൊല്ലണം, ഞങ്ങളെ കൊട്ടാരത്തിൽ നിന്ന്, ഞങ്ങളെ ഈ തടവിൽ നിന്ന് പുറത്തേക്ക് അയക്കണം എന്ന് പറഞ്ഞിട്ട് അവര്, അല്ല ഭഗവാൻ അല്ലാതെ ആർക്ക് കഴിയും? വേറെ ആർക്കും അതിന് ശക്തിയില്ല, അതവർക്കറിയാം. അതുകൊണ്ടാണ് ഭഗവാനെ ഇങ്ങനെ ഒരു സന്ദേശം കൊടുത്തിട്ട് അവരുടെ കഷ്ടത്തെ പറ്റി ഉണർത്തിയത്. ആ സമയത്തും ഈയാസുരഭിമാഗതം തദനു നാരദോദീചിതാത് യുധിഷ്ഠിരമഘോദ്യമാദുഭയ കാര്യപര്യാകുല വിരുദ്ധ ജൈനോധ്വരാദുഭയ സിദ്ധിരിത്യുദ്ധവേ ശശംസുഷി നിജൈ സമം പുരമിയേധയൗധിഷ്ഠിരീം. ഉടനെ തന്നെ ജരാസന്ധന്റെ നേർക്ക് യുദ്ധം പട കൂട്ടി പോണെന്ന് ഭഗവാന് ആഗ്രഹം തോന്നി. ഹിയാസു അഭിമാഗതം, മാഗധനെ നേരിടാനുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട്, ഉദ്ദേശിച്ചിട്ട് അങ്ങനെ ഭഗവാൻ പുറപ്പെടുന്ന സമയത്ത് തദനു, അപ്പോഴേക്കും നാരദോദീരിതാത്, നാരദനാൽ പറയപ്പെട്ട ഒരു സന്ദേശം കിട്ടി. അപ്പോഴേക്കും തന്നെ അതെന്തായിരുന്നു? യുധിഷ്ഠിരമഘോദ്യമാ ഉഭയകാര്യ പര്യാകുല. ഈ ധർമ്മപുത്രര് രാജസൂയത്തിന് ഒരുങ്ങിയിരിക്കുന്നു എന്ന് യുധിഷ്ഠിരന്റെ മഖത്തെ പറ്റിയാണ് നാരദർ സന്ദേശം കൊണ്ടുവന്നത്. അങ്ങനെ 2 കാര്യങ്ങൾ മുമ്പിൽ വന്നു. ഉഭയകാര്യം, 2 കാര്യങ്ങൾ മുമ്പിൽ വന്നു. ഏത് വേണം എന്നുള്ളൊരു ചിന്തയായി. ഉഭയകാര്യ പര്യാകുല എന്നീപറ്റി ആലോചിച്ചു. ഏതാണ് വേണ്ടത്? വിരുദ്ധ ജൈന അധ്വരാത് ഉഭയസിദ്ധി ഇതി ഉദ്ധവേ ശശുംസുഷി.
ഈ രണ്ട് കാര്യവും നടക്കും. വിരുദ്ധ ജൈന ആദ്യം പോയിട്ട് ഈ ശത്രുവിനെ കീഴടക്കുക. ശത്രുവിനെ അതെങ്ങനെയാണ്? ശത്രുവിനെ കീഴടക്കിയിട്ട് വന്നാൽ പിന്നെ ഈ അധ്വരത്തില്, യാഗത്തില് പിന്നെ തന്റെ ബന്ധുവിനെ സഹായിക്കുകയും ചെയ്യാം. ബന്ധു എന്ന് പറഞ്ഞാൽ യുധിഷ്ഠിരൻ. ഈ രാജസൂയമാണെങ്കിൽ എങ്ങനെ വേണം? വിരുദ്ധ ജൈന ശത്രുക്കളെ ഇല്ലാതാക്കിയിട്ട് വേണം രാജസൂയം ചെയ്യാൻ. അപ്പൊ രണ്ട് കാര്യങ്ങളും ഒന്നിച്ച് നടക്കും. ഇത് ആര് പറഞ്ഞു? ഉദ്ധവര് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ സമയത്ത് യുധിഷ്ഠിരന്റെ നഗരിയിലേക്ക് എല്ലാവരും കൂടി പുറപ്പെടുകയാണ്. അശേഷദയിതായുധേ ത്വയി സമാഗതേ ധർമ്മജോ വിജിത്യ സഹജൈർമഹിം ഭവതപംഗസംവർദ്ധിതൈ ശ്രിയം നിരുപമം വഹന്നഹ ഭക്തദാസായിതം ഭവന്തമയി മാഗധേ പ്രഹിതവാൻ സ ഭീമാർജുനം. ദിഗ്വിജയം നടത്തണം. രാജസൂയം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിഗ്വിജയം നടത്തണം. അങ്ങനെയുള്ള ഭഗവാന്റെ കടാക്ഷം അവരിൽ നല്ല പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വർദ്ധിച്ചു വരുന്ന ശ്രീയാണ്. യുധിഷ്ഠിരനെ സംബന്ധിച്ചിടത്തോളം ഓരോ സഹോദരന്മാരും യുധിഷ്ഠിരന്റെ രാജ്യലക്ഷ്മിയിലേക്ക്, യുധിഷ്ഠിരന്റെ ഭണ്ഡാരത്തിലേക്ക് ഒക്കെ കൂടുതൽ കൂടുതൽ ഐശ്വര്യം അണയ്ക്കാൻ പോകുന്ന സഹോദരന്മാരാണ്. ഭഗവാന്റെ കടാക്ഷമുണ്ട്, ശക്തരായിട്ടുള്ള സഹോദരന്മാരുണ്ട്. ആ സമയത്ത് എല്ലാത്തിനെയും മഹീം ഭൂമിയെ വിജിത്യ ജയിച്ചിട്ട് നിരുപമമായിട്ടുള്ള, തുല്യതയില്ലാത്ത അതുല്യമായിട്ടുള്ള ശ്രീ വഹിക്കുന്ന ആ ധർമ്മജൻ എന്ന് പറഞ്ഞാൽ ധർമ്മപുത്രര്. അദ്ദേഹം എന്തു ചെയ്തു? അങ്ങനെ വസിക്കുന്ന അദ്ദേഹം അവിടുന്ന് എത്തിയ സമയത്ത് അശേഷ ദയിതായുധേ, ഭഗവാൻ എത്തിയ സമയത്തോ എല്ലാ പത്നിമാരോടും കൂടി, ബന്ധുക്കളോടും കൂടിയിട്ടാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ആ സമയത്തോ ഈ യുധിഷ്ഠിരൻ ഭഗവാൻ അവരെ എല്ലാവരെയും വന്ദിച്ച് മാനിച്ച് സ്വീകരിച്ചു. ആ സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാനാണെങ്കിൽ ഭക്തന്റെ ദാസനാണ്. യുധിഷ്ഠിരന്റെ ഈ വലുതായിട്ടുള്ള ഭക്തി കണ്ട സമയത്ത്, വിനയം കണ്ട സമയത്ത് പിന്നെ ഭഗവാന് എങ്ങനെയാണ് യുധിഷ്ഠിരനെ സഹായിക്കേണ്ടത്, അത് മാത്രമായി ചിന്ത. ആ സമയത്ത് സാധാരണ നിലയിൽ ഭഗവാന് ഈ സഹോദരന്മാര് ശത്രുക്കളുടെ അടുത്തേക്ക് അവരെ യുദ്ധം ചെയ്ത് കീഴടക്കാൻ പോകുമ്പോൾ ഭഗവാന് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഭീമനും പിന്നെ അതേപോലെ അർജുനനും പോയാൽ മതി. പക്ഷേ അങ്ങനെ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഭീമന് തന്ത്രപൂർവം പെരുമാറിയാൽ മാത്രമേ ജരാസന്ധനെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ പറ്റുള്ളൂ. വെറുതെ ഭീമന് വലിയ ശക്തിയുണ്ട്, ജരാസന്ധനും അതുപോലെ ശക്തിയുണ്ട്. പക്ഷെ ജരാസന്ധന് ഒരു പ്രത്യേകത ഉണ്ട്. സാധാരണ ആൾക്കാർ കൊല്ലപ്പെടുന്നത് പോലെ കൊല്ലപ്പെടില്ല. നെടുകെ ചീന്തി വേറെ വേറെ ഇട്ടിട്ടുണ്ടെങ്കിലും ജര ഒന്നിച്ചു കൂട്ടുമ്പോ എങ്ങനെയായിരുന്നു, അതുപോലെ ആക്കി വേറെ വേറെ ദൂര സ്ഥലങ്ങളിലേക്ക് ആ ശരീരത്തിന്റെ ഭാഗങ്ങള് വലിച്ചെറിഞ്ഞാലേ ജരാസന്ധൻ മരിക്കുള്ളൂ. അത് വേണ്ട സമയത്ത് ഭീമനെ ഓർമ്മിപ്പിക്കണമെങ്കിൽ ഭഗവാൻ തന്നെ പോണം. എല്ലാം കണ്ടറിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഈ സഹോദരന്മാരുടെ കൂടെ പോണ്ട, എല്ലാം കണ്ടറിഞ്ഞിട്ടാണ് ഭഗവാൻ അവരുടെ കൂടെ പോയത്. അവരെങ്ങനെയാണ് പോയത്? ഭവന്തമയി മാഗതേ പ്രഹിതവാൻ സഭീമാർജുനം. അവരുടെ കൂടെ ഭഗവാനും അങ്ങോട്ട് പോയി. ഭഗവാൻ കൺകോണുകൊണ്ടൊന്ന് നോക്കിയപ്പോഴേക്കും യുധിഷ്ഠിരൻ ഇത്രയും അധികം ഐശ്വര്യം. ഭഗവാൻ ഈ സഹോദരന്മാരുടെ കൂടെ പോയി തന്ത്രം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ ആ സഹോദരന്മാരുടെ കഴിവെന്തായിരിക്കും? ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. ജരാസന്ധൻ നല്ല ആസ്തൻ. ഭഗവാൻ നിശ്ചയത്തിന്റെ മുമ്പിൽ മറ്റൊന്നും തന്നെ തടസ്സമായിട്ട് നിൽക്കില്ല. അങ്ങനെ അവിടെ പോയി. ആ സമയത്ത് ഭീമാർജുനം പോയി എന്ന് പറഞ്ഞു. ഭീമന്റെയും അർജുനന്റെയും കൂടെ ഭഗവാനെ, ഭഗവാനെ,
അത് മേൽപ്പത്തൂർ ആചാര്യൻ അത് പറഞ്ഞിട്ടും മതി വരുന്നില്ല. ഇല്ലയോ ഭഗവാനെ, അവിടെ വാതിൽമാടത്തിൽ ഇരുന്നിട്ട് ഭഗവാനോട് പറയാണ്, ഈ സഹോദരന്മാര് രാജസൂയം നടത്തുന്നവരൊക്കെ ഇങ്ങനെ സ്വന്തം ജനങ്ങളെ അയക്കും. ഇതിന്റെ കൂടെ ഈ ഭഗവാൻ ഇങ്ങനെ പോകേണ്ട ആവശ്യമുണ്ടോ? ഹേ ഭഗവാനെ, ഭവന്തമയി മാഗതേ പ്രഹിതവാൻ, അവിടുന്നും കൂടി പോയല്ലോ എന്ന് പറയണം. ആ ഭഗവാന്റെ ഭക്തദാസനാണ് ഭഗവാൻ എന്നുള്ളത് ഒന്നുകൂടി മേൽപ്പത്തൂർ ആചാര്യൻ നമ്മളെ ഓർമ്മപ്പെടുത്തണം. ഗിരിവ്രജപുരം ഗതാസ്തദനുദേവ യൂയം ത്രയോ യയാച സമരോത്സവം ദ്വിജവിഷേണ തമ്മാഗതം അപൂർണ സുഹൃതം ത്വമും പവനജേന സംഗ്രാമയൻ നിരീക്ഷ്യ സഹ ജിഷ്ണുനാ ത്വമപി രാജയുദ്ധ്വാ സ്ഥിത. ഗിരിവ്രജത്തിൽ പോയി. അത് ഗിരിവ്രജം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഗധ രാജാവിന്റെ കൊട്ടാരം, തലസ്ഥാനത്തിലേക്ക് ചെന്നു. ഗിരിവ്രജം എന്ന് പേരായിട്ടുള്ള പുരത്തിലേക്ക് ചെന്നു. അവിടെ 3 പേര്, ഭഗവാനും ഭീമനും അർജുനനും, യൂയം ത്രയോ 3 പേരും അവിടെ ചെന്നിട്ടോ ദ്വിജമിഷേണം. അവര് പോയത് ബ്രാഹ്മണന്മാരുടെ വേഷം കെട്ടിയിട്ടാണ്. രാവിലെ പ്രഭാതത്തില് എല്ലാം പൂജകളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട്, ഹോമങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ദാനം കൊടുക്കുന്ന സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അത് നിരസിക്കുന്ന പതിവില്ല ജരാസന്ധന്. ആ സമയത്താണ് ബ്രാഹ്മണരുടെ വേഷം ഇട്ടിട്ട് അവിടെ ചെല്ലും. യയാച സമരോത്സവം. സാധാരണ ബ്രാഹ്മണന്മാർ പോകുന്ന സമയത്ത് അവർക്ക് എന്തൊക്കെയാണോ കൊടുക്കുക? അന്നം കൊടുക്കും, വസ്ത്രം കൊടുക്കും, ധനം കൊടുക്കും, ഇതൊക്കെയാണ് അവർ കൊടുക്കുക. ഭാഗവതത്തിൽ അത് രസമായിട്ട് പറയുന്നുണ്ട്. അവിടെ ചെന്ന സമയത്ത് കണ്ട സമയത്ത് തന്നെ ജരാസന്ധന് ഒരു സംശയം തോന്നി. കാരണം എന്താ വെച്ചാൽ അവരുടെ ഭീമാർജുനന്മാരുടെ കയ്യില്, ഈ കൈത്തണ്ടയില് അമ്പ്, വില്ല് പിടിച്ചിട്ട് അമ്പ് വലിച്ച് വിടുന്ന അതിന്റെ ഉപയോഗിക്കുന്നതിന്റെ ഒരു മാർക്ക് കണ്ടിരുന്നു. ഒരു നമ്മൾ പറയില്ലേ, കയ്യിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു എന്താ പറയാ, ഒരു മുഴച്ചിരിക്കും. അത് കണ്ട സമയത്ത് ജരാസന്ധന് സംശയം തോന്നും. ഇത് ക്ഷത്രിയന്മാരായിരിക്കും, അതല്ലാതെ ബ്രാഹ്മണരായിരിക്കില്ല എന്ന് സംശയം തോന്നും. എന്ത് ചോദിച്ചാലും കൊടുക്കാൻ തയ്യാറുമാണ്. അങ്ങനെ അവരെ കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ട് എന്റർടൈൻ ചെയ്ത സമയത്ത്, ആ സമയത്ത് കൃഷ്ണൻ പറയുന്നുണ്ട്, ഇത് അർജുനൻ എന്ന് പറയും, ഇത് ഭീമൻ എന്ന് പറയും, ഭീമാർജുനന്മാരാണ് ഇവര്. പിന്നെ ഞാൻ അവരുടെ അമ്മയുടെ സഹോദരി പുത്രനാണ്. ഞങ്ങള് അന്നകാംക്ഷിണ, അങ്ങനെയാണ് ഭാഗവതത്തിൽ പറയുന്നത്. അന്നം ചോദിച്ചിട്ടല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്, ഞങ്ങൾക്ക് യുദ്ധമാണ് വേണ്ടത് എന്ന് പറയും. അപ്പൊ ജരാസന്ധന് കാര്യം വ്യക്തമായി, സംശയിച്ച കാര്യം വ്യക്തമായി. പിന്നെ അവിടുന്ന് ജരാസന്ധന് അർജുനനോട് യുദ്ധം ചെയ്യാൻ ഇഷ്ടമില്ല. കാരണം എന്താ വെച്ചാൽ അർജുനൻ ചെറിയ കുട്ടിയാണ്, ജരാസന്ധനെ സംബന്ധിച്ചിടത്തോളം വയസ്സുകൊണ്ട് താണതാണ്. അപ്പൊ ഇഷ്ടമില്ല. അതേസമയം ഭീമനാണെങ്കിൽ കുറച്ചൊക്കെ തനിക്ക് പറ്റിയ ഒരു പോരാളിയാണ്. കൃഷ്ണനെ കണക്കിലേ എടുക്കണില്ല, കൃഷ്ണനെ കണക്കിൽ തന്നെ എടുക്കണില്ല. അങ്ങനെ വലിയ 2 ഗദ കൊണ്ടുവന്നിട്ട് ഭീമനും ജരാസന്ധനും കൂടി ഗദായുദ്ധത്തിൽ ഏറ്റുമുട്ടുകയാണ്. യയാച സമരോത്സവം ദ്വിജമിഷേണ തമ്മാഗതം. കൃത്രിമമായിട്ട്, കള്ളത്തരമായിട്ട് ദ്വിജന്മാർ ബ്രാഹ്മണ വേഷത്തിൽ പോയിട്ടാണ് സമരം ചോദിച്ചു വാങ്ങണത്, യുദ്ധം ചോദിച്ചു വാങ്ങണത്, യാചിക്കുന്നത്. യയാച. അങ്ങനെ ആ യുദ്ധം കുറേ ദിവസം നീണ്ടു നിന്നു. ഭീമന് ധാരാളം പ്രഹരം കിട്ടുന്നുണ്ട്, ഭീമൻ തിരിച്ചും അടിക്കുന്നുണ്ട്. പക്ഷെ ആരാണ് ജയിച്ചതെന്ന് പറയാൻ പറ്റുന്നില്ല. ഭീമനാണ് കൂടുതൽ ക്ഷീണം എന്നുള്ള പോലെയാണ്. യുദ്ധം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭീമന്റെ മുറിവുകളൊക്കെ ശരിയാക്കി കൊടുക്കണം. ജരാസന്ധന് വലിയ കോട്ടമൊന്നും കാണുന്നുമില്ല. അങ്ങനെയായ സമയത്ത് പിന്നെ കുറേ ദിവസം നീണ്ടു നിൽക്കും. ഒട്ടും തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ നേരിട്ട് അതിൽ ഇടപെടുന്നില്ല. കാരണം ഭീമൻ തന്നെ വധിക്കണം ജരാസന്ധനെ. ഭഗവാന്റെ കൈകൊണ്ട് വധിക്കപ്പെടാൻ മാത്രം സുഹൃതമായിട്ടില്ല ജരാസന്ധന്. ഭീമനെ കൊണ്ട് തന്നെ കൊല്ലിക്കണം. അപൂർണ സുഹൃതം.
പൂർണ്ണമായിട്ടില്ല സുഹൃതം. ത്വമും പവനജേന സംഗ്രാമയൻ. പവനജൻ കാറ്റിന്റെ പുത്രൻ, വായു ഭഗവാന്റെ പുത്രൻ, വായുപുത്രൻ. അതാണ് ഭീമൻ. ഭീമനെ കൊണ്ട് കൊല്ലിക്കണം. നിരീക്ഷ സഹ ജിഷ്ണുനാം ത്വമപി രാജയുദ്ധ്വാ സ്ഥിത. അർജുനനും കൃഷ്ണനും കാഴ്ചക്കാരായിട്ട് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് ഭീമനെ കൊണ്ടാണ് ഗദ കൊണ്ട് അടിപ്പിക്കുന്നത്. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു. പിന്നെയോ ആ സമയത്ത് ജരാസന്ധന് ധിക്കാരം കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ എനർജി കൂടുന്നത് പോലെയാണ്. അപ്പോ ഭഗവാൻ എന്ത് ചെയ്തു എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അശാന്ത സമരോദ്ധതം വിടപപാടനാ സംജ്ഞയാം നിപാത്യ ജരസസുതം പവനജേന നിഷ്പാടിതം വിമുച്യ നൃപതിൻ മുദാ സമനുഗൃഹ്യ ഭക്തിം പരം വിദേശിതഗതസ്പൃഹാനപി ച ധർമ്മഗുപ്തേ ഭുവ. ആ സമയത്ത് അശാന്ത സമരോദ്ധതം, യുദ്ധം അവസാനിക്കുന്നില്ല, കൊടുമ്പിരി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് കൂടുതൽ കൂടുതൽ ഔദ്ധത്യം കൊണ്ട് നിൽക്കുകയാണ് ജരാസന്ധൻ. ആ സമയത്ത് ജരാസന്ധനെ കൊല്ലാൻ ദിവസം വന്ന സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു വെച്ചാൽ ഒരു മരച്ചില്ല എടുത്തിട്ട് അതിനെ രണ്ടായിട്ട് കീറിയിട്ട് ദൂരത്തേക്ക് എറിഞ്ഞ് അത് അങ്ങനെ ഈ ചെയ്തി കൊണ്ട്, ഈ ചേഷ്ട കൊണ്ട് ഭീമന് സൂചന കൊടുത്തു. ഇദ്ദേഹത്തെ ചീന്തി ദൂരത്തേക്ക് എറിയണം, ഗദ കൊണ്ട് അടിച്ചു കൊല്ലാൻ പറ്റില്ല എന്നുള്ളത് സൂചന കൊടുത്തു. അശാന്ത സമരോദ്ധതം വിടപ പാടന സംജ്ഞയ. മരച്ചില, വിടപം മരച്ചില്ല, പാടന അതിന് രണ്ടായിട്ട് ചീന്തി ഇടുന്ന ഒരു ആക്ഷനിലൂടെ ഒരു ഇൻഡിക്കേഷൻ കൊടുത്തു. നിപാത്യജരസസുതം പവനജേന നിഷ്പാടിതം. ആ സമയത്ത് ഭീമനാൽ ജരാസന്ധൻ ഇങ്ങനെ രണ്ടായിട്ട് ചീന്തപ്പെട്ടു, നിഷ്പാടിതം. വിമുച്യ നൃപതീൻ, മരിച്ചു, ജരാസന്ധൻ മരിച്ചു. ആ സമയത്ത് വിമുച്യ നൃപതീൻ മുദാ, ആ നൃപതികളെയൊക്കെ, രാജാക്കന്മാരെ, 20,000-ൽ പരം രാജാക്കന്മാരെ തടവിലിട്ടിട്ടുണ്ട്. അവരെ മുഴുവനും മോചിപ്പിച്ചു. അവരാണെങ്കിൽ ഭക്തിയോട് കൂടിയിട്ട് ഭഗവാന്റെ കാൽക്കൽ, പിന്നെ അവർക്കൊന്നും വേണ്ട. അവർക്ക് തിരിച്ചു പോയിട്ട് രാജ്യം ഭരിക്കണം എന്നും ഉള്ള ആഗ്രഹമൊന്നും ഇല്ലാത്ത വിധത്തില് ഭഗവാനെ കണ്ടതോട് കൂടിയിട്ട് അവരുടെ ആ ഒരു രാജ്യത്തിനുള്ള സ്പൃഹ പോലും ഇല്ലാതായി. ഗതസ്പൃഹാനബി അടുത്ത വരിയിൽ പറയുന്നുണ്ട്. അവർക്ക് രാജ്യം ഭരിക്കണം എന്നുള്ള ആഗ്രഹം കൂടി ഇല്ലാതെ ഭഗവാനെ കണ്ടതോടുകൂടി ജന്മസാഫല്യമായി. പക്ഷെ 20,000 ചില്ലാനം രാജ്യങ്ങളെ രാജാക്കന്മാരില്ലാതെ ഇരിക്കരുത്. അതുകൊണ്ട് അവരോട് ധർമ്മമാർഗത്തിലൂടെ രാജ്യം ഭരിക്കാൻ, എപ്പോഴും ഭഗവാനെ ആലോചിച്ചുകൊണ്ട് രാജ്യം ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം കൊടുത്തു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണത ക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അവര് നല്ല പോലെ ഭഗവാനെ എല്ലാ ആർത്തികളിൽ നിന്നും, ആർത്തി പറഞ്ഞ സങ്കടം, എല്ലാ വിഷമങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ കഴിവുള്ള ഭഗവാനെ, അങ്ങനെയുള്ള ഭഗവാന്റെ മുമ്പിൽ ഞങ്ങള് അടിപണിയുന്നു, ഭഗവാന്റെ മുമ്പിൽ ഞങ്ങൾ സർവം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവര് പ്രാർത്ഥിച്ചു. അവരെല്ലാവരെയും രാജാക്കന്മാരായി വാഴാൻ വേണ്ടി അനുഗ്രഹം കൊടുത്ത് ഭഗവാൻ അയച്ചു. പ്രചകൃഷി യുധിഷ്ഠിരേ തദനുരാജസൂയാധ്വരം പ്രസന്നഭൃതകീ ഭവത്സകലരാജകവ്യാകുലം ത്വമപ്യൈ ജഗത്പദേ ദ്വിജപദാവനേ ജാതികം ചകർത്ഥകിമു കഥ്യതേ നൃപവരസ്യ ഭാഗ്യോന്നതി. ആ സമയത്ത് തിരിച്ചു വന്നു. ശത്രുക്കളെല്ലാവരും, ഇപ്പൊ ശത്രുക്കളെ എല്ലാം ആരുമില്ല കാര്യമായിട്ട് എതിരിടാൻ. ജരാസന്ധൻ ഉണ്ടായിരുന്നു, ജരാസന്ധനെ ഇല്ലാതാക്കി. അങ്ങനെ അവര് തിരിച്ചു വന്ന സമയത്ത് ഭീമാർജുനന്മാര് തിരിച്ചു വന്നു. ജൈത്രയാത്രയായിരുന്നു, വിജയിച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. ആ സമയത്ത് എല്ലാം ഇപ്പൊ നോക്കൂ, ഭഗവാനെ കണ്ട് സന്തോഷിച്ചിട്ടുള്ള ഈ രാജാക്കന്മാര്, അങ്ങനെ എല്ലാവരും ഈ യുധിഷ്ഠിരന്റെ സദസ്സിൽ വന്നിട്ടുള്ള എല്ലാ രാജാക്കന്മാരും അവരെല്ലാം അങ്ങനെ അവരുടെ കൂട്ടമാണ് അവിടെ. അങ്ങനെയുള്ള ആ സഭയില് എല്ലാവർക്കും മനഃപ്രസാദമുണ്ട് ഭഗവാന്റെ സാന്നിധ്യത്തില്. ആ സമയത്ത് രാജസൂയം ഭംഗിയായിട്ട് മുന്നേറുകയാണ്.
ആ യാഗവേളയില് രാജസൂയ സദസ്സില് ഭംഗിയായിട്ട് മുന്നേറുകയാണ്. ഭഗവാനോ, ഭഗവാന് കിട്ടിയ റോൾ എന്താണ്? ഭഗവാൻ ഏറ്റെടുത്ത റോൾ എന്താണ്? ത്വമപ്യയി ജഗത്പതേ, എല്ലാ ജഗത്തുകൾക്കും 14 ലോകങ്ങൾക്കും അധിപതിയായിട്ടുള്ള ഹേ ഭഗവാനെ, അവിടെ ഇരുന്നിട്ട് മേൽപ്പത്തൂർ ആചാര്യൻ അത്ഭുതപ്പെടുകയാണ്. ദ്വിജപദാവനേ ജാതികം ചകർത്ത. ഭഗവാൻ എന്ത് ചെയ്തു? ദ്വിജന്മാരെ, ബ്രാഹ്മണന്മാരുടെ അവരുടെ പാദസേവ ചെയ്യാണ്. കാല് കഴുകിച്ചിട്ട് വരുന്ന ബ്രാഹ്മണന്മാരെയൊക്കെ കാല് കഴുകി ചാദരിച്ചിട്ട് ഭഗവാനാണ് അവിടെ ആ സദസ്സിനെ അങ്ങനെ അത് അവർക്കൊക്കെ പ്രോക്ഷിച്ചൊക്കെ കൊടുത്ത് ധന്യമാക്കിയത്. അത് ആ രാജാക്കന്മാരുടെ ഭാഗ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അതേസമയം രാജാക്കന്മാരുടെ ഇടയില് നൃപവരസ്യ ഭാഗ്യോന്നതി, രാജാക്കന്മാരുടെയും രാജാവായി, ഇപ്പൊ ചക്രവർത്തി ആയി യുധിഷ്ഠിരര്. അങ്ങനെയുള്ള ചക്രവർത്തിയായ യുധിഷ്ഠിരന്റെ ഭാഗ്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്ത് പറയണം അതിനെ പറ്റിയിട്ട്? കിമു കഥ്യതേ നൃപവരസ്യ ഭാഗ്യോന്നതി. ആ യുധിഷ്ഠിരന്റെ ഭാഗ്യത്തെ പറ്റി, ഉയർന്ന ഭാഗ്യത്തെ പറ്റി എന്ത് പറയാൻ? തതസ്സവന കർമ്മണി പ്രവരമഗ്രപൂജാവിധിം വിചാര്യ സഹദേവവാഗനുഗത സധർമാത്മജ വ്യധത്ത ഭവതേ മുദാ സദസി വിശ്വഭൂതാത്മനേ തദാ സസുരമാനുഷം ഭുവനമേവ തൃപ്തിം ദധൗ. ആ സമയത്ത് ആ യാഗത്തില് ഒരു ചടങ്ങാണ്. അഗ്രാസനത്തില് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആളെ ഇരുത്തി പാദപൂജ ചെയ്യണം എന്നുള്ളത്, അഗ്രപൂജ ചെയ്യണം എന്നുള്ളത് സവനകർമ്മണി, ആ യാഗത്തിലെ ഭാഗമായിട്ടാണ്. ഒരു ശ്രേഷ്ഠനെ ഇരുത്തണം. അത് ആ സമയം വന്ന സമയത്ത് വിചാര്യ സഹദേവ വാഗനുഗതം, സഹദേവന്റെ വാക്ക് അനുസരിച്ചിട്ട് ധർമാത്മജൻ, ഒടുവിലത്തനിയനാണിത് പറയുന്നത്, ഏറ്റവും ജ്യേഷ്ഠനായിട്ടുള്ള മുകളിലുള്ള യുധിഷ്ഠിരൻ അത് സ്വീകരിച്ചു. പറഞ്ഞത് ഏറ്റവും നല്ല ആളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ സമയത്ത് വ്യധത്ത ഭവതേ മുദാ സദസി വിശ്വഭൂതാത്മനെ, എല്ലാവരുടെയും ആത്മാവാണ് ഭഗവാൻ. വിശ്വഭൂതാത്മനായിട്ടുള്ള സകലരുടെയും ആത്മാവാരാണ്? ഭഗവാനാണ്. സകലരുടെയും ആത്മഭൂതനായിട്ടുള്ള ആ ഭഗവാനെ ആ സദസ്സില് വേണ്ട വിധത്തില്, ഭഗവാന് പ്രീതിപ്പെടുന്ന വിധത്തില് പൂജിക്കാൻ യുധിഷ്ഠിരര് തയ്യാറായി. അങ്ങനെ ചെയ്ത സമയത്താവട്ടെ ഈ എല്ലാ ലോകങ്ങളും സന്തോഷിച്ചു, മനുഷ്യന്മാരെല്ലാവരും സന്തോഷിച്ചു. അതോടുകൂടി തന്നെ ദേവന്മാരും, മുകളിൽ നിന്ന് നോക്കി നിൽക്കുന്ന ദേവന്മാര് പോലും ആ ഒരു വേളയില് ഭഗവാനെ അഗ്രാസനത്തിൽ ഇരുത്തി പൂജിച്ച ആ വലിയ വേള അവരൊക്കെ സന്തോഷിച്ചു. നമ്മൾ സപ്താഹത്തിനൊക്കെ പോകുമ്പോൾ രാജസൂയത്തില് ഈ സമയത്ത് ഭഗവാന്റെ അഭിഷേകം ചെയ്തിട്ട് ആ ജലം എല്ലാ ഭക്തന്മാരുടെയും തലയിൽ പ്രോക്ഷണം ചെയ്യും. അത് ഭഗവാന്റെ കാല് കഴുകിച്ച് യുധിഷ്ഠിരാദികളൊക്കെ അത് തലയിൽ പ്രോക്ഷണം ചെയ്തിട്ട് അവർക്ക് സുഹൃത്തത്തിന്റെ സമുദ്രത്തിൽ മുങ്ങി കുളിക്കുന്ന പോലെയായിരുന്നു ആ ജലം. അവരിങ്ങനെ പ്രോക്ഷണം ചെയ്യുന്ന സമയത്ത് എല്ലാവരും സന്തോഷിച്ചു. സസുരമാനുഷം, സുരന്മാരോടുകൂടി എല്ലാ മനുഷ്യന്മാരും സന്തോഷിച്ചു. അപ്പോ മനുഷ്യരുടെ സ്വഭാവം ഇല്ലാത്ത ഒരാളോടെ മനുഷ്യരൂപാണെങ്കിലും, അതായത് ഹിരണ്യാക്ഷ ഹിരണ്യകശിപുക്കളുടെ, രാവണ കുംഭകർണന്മാരുടെ പിന്തുടർച്ചക്കാരൻ തന്നെ, അവര് തന്നെയാണ് ഇപ്പൊ ദന്തവക്ത്രനായിട്ടും ശിശുപാലനായിട്ടും വന്നിരിക്കുന്നത്. ആ ആസുരിക സ്വഭാവമുണ്ട്, നീച സ്വഭാവമുണ്ട്. ആ സമയത്ത് ചേതി രാജാവായിട്ടുള്ള ശിശുപാലൻ, ചേതിപ്പൻ എന്ന് പറയുന്നത് ശിശുപാലൻ ആ ഇരുന്ന സ്ഥലത്ത് നിന്ന് ദേഷ്യത്തോടുകൂടി എഴുന്നേൽക്കും. തതസ്സപതി ചേതിപോ മുനി നൃപേഷു തിഷ്ഠത്സ്വഹോ സഭാജയതി കോ ജഡ പശുപദുർദുരൂഢം വടും ഇതി ത്വയി സ ദുർവചോ വിദതിം
ഉദ്വമൻ ഉദ്വമത് ആസനാദ് ആസനാദ് ഉദാപതത് ഉദായുധ സമപതന്നമും പാണ്ഡവ. ആ സമയത്ത് ചേദിപ്പൻ ശിശുപാലൻ എഴുന്നേറ്റ് നിന്നു. എത്രയോ മഹർഷിമാർ അവിടെയുണ്ട്, എത്രയോ രാജാക്കന്മാരൊക്കെ അവിടെ ഉണ്ട്. അതിൻ്റെ വലിയൊരു സദസ്സ്. അതിലേറ്റവും ശുഭമായിട്ടുള്ള ഒരു കർമ്മമാണ് അവിടെ നടക്കുന്നത്. ഒരു സങ്കോചവും ഇല്ലാതെ എണീറ്റ് നിന്നു. എണീറ്റ് നിന്നിട്ട് എന്തു ചെയ്തു? ആരാണ് ഈ ആളെ? ഇങ്ങനെ ഏതൊരു മനുഷ്യനാണ്, ഏതൊരു കൊള്ളരുതാത്തവനാണ് ഈ നിൽക്കുന്ന ഈ കൃഷ്ണനെ അഗ്ര്യപൂജയിൽ ഇരുത്ത്? ഇവിടെ ഇത്രയും പേരുണ്ട്, ഇത്രയും ജനങ്ങൾ ഇവിടെ ഉണ്ട്, ഈ മഹർഷിമാരും ഇത്രയും അധികം സജ്ജനങ്ങളും നിൽക്കെ, അവര് നിൽക്കെ തന്നെയാണ് അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുന്നത്. അവരുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെയാണ്. എന്നിട്ട് അവരെയൊക്കെ അവമാനിക്കുന്ന പോലെയാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്. എന്നിട്ട് അവരെയൊക്കെ മാനിക്കുന്നത് പോലെയാണ് പറയണത്. കഷ്ടം! എത്രയോ മഹർഷിമാരും എത്രയോ മുനിമാരും ഇവിടെ, മുനിമാരും ജനങ്ങളും രാജാക്കന്മാരും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ഒന്നിനും കൊള്ളാത്ത ഒരു ഇടയ ബാലൻ, പശുവിനെ നോക്കുന്ന ഒരാള്, പിന്നെ ദുർദുരൂഢൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദുർദുരൂഢൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴി പിഴച്ചവൻ, ചീത്ത ആചാരങ്ങളിൽ ഏർപ്പെട്ടവൻ, ദുർദുരൂഢൻ ആയിട്ടുള്ള ഇവനെ, അതൊരു ചെറിയ കുട്ടി, ഇങ്ങനെയുള്ളവനെ, അതായത് വലിയ ആജാനുബാഹുവും വലിയ ആകാശം മുട്ടയുള്ള ശരീരമൊന്നുമല്ല, നല്ല അതിലോലമായിട്ടുള്ള ശരീരത്തോടു കൂടിയിട്ടാണ് കൃഷ്ണൻ എപ്പോഴും കാണപ്പെടുന്നത്. ഈ ഇളം പ്രായക്കാരൻ, ഇളം ശരീരമുള്ളവൻ, ഇവനെ ഇവിടെ ഇരുത്താൻ ഏതൊരു കൊള്ളരുതാത്തവനാണ് മുതിര? ഇതി ത്വയിസ ദുർവചോ വിദതിം, ദുർവചസ്, ഭഗവാനെയുള്ള അധിക്ഷേപിക്കുന്ന വാക്കുകള്, അത് ഉദ്വമൻ, ദുർവചോ വിദതിം ഉദ്വമൻ, അത് പുറത്തേക്ക് ഇങ്ങനെ വമിപ്പിച്ചുകൊണ്ട്, ദുർവചസ് പുറത്തേക്ക് വമിപ്പിച്ചുകൊണ്ട്, വമിപ്പിക്കുക പറഞ്ഞാൽ തുപ്പ അല്ലെങ്കിൽ ഛർദിക്കുക, അങ്ങനെ പുറത്തേക്ക് ഒഴുക്കിക്കൊണ്ട്, ആസനാത്, ഇരിക്കുന്ന സീറ്റിൽ നിന്ന്, ആസനാത് ഉദാപതത്, പെട്ടെന്ന് എഴുന്നേറ്റു. ശിശുപാലൻ എഴുന്നേൽക്കുക മാത്രമല്ല, ആയുധം കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഉദാപതത് ഉദായുധ ഇതി ത്വയി സ ദുർവചോ വിദതിം ഉദ്വമൻ ആസനാത് ഉദാപതത് ഉദായുധ, എഴുന്നേറ്റ് നിന്നു. ആയുധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. ഭഗവാനെ പറ്റിയിട്ടുള്ള അധിക്ഷേപ വാക്കുകൾ വായിലൂടെ ഒഴുക്കിക്കൊണ്ട്. ആ സമയത്ത് എന്നിട്ട് പാണ്ഡവന്മാരെല്ലാവരും കൂടി ആ സമയത്ത് അയാളുടെ നേർക്ക് ചാടിച്ചെന്നു. ഇത്രയും വലിയ, എല്ലാവരെയും സദസ്യരെ അപമാനിക്കുന്ന വിധത്തിലാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്. ആ സമയത്ത് പാണ്ഡവാഹ സമപതന്നവും, അവന്റെ നേർക്ക് എഴുന്നേറ്റ് ചാടിച്ചെന്നു. കാരണം ഭഗവാനെ അവിടെ പൂജയ്ക്ക് വേണ്ടി അഗ്രാസനത്തിൽ എത്തിയിരിക്കുകയാണ്. ആ സമയത്താണ് ഇത് ചെയ്യുന്നത്. ആ സമയത്ത് ഭഗവാന് തോന്നി, ഈ സമയത്ത് ഇനി പാണ്ഡവന്മാര് ഈ യാഗവേളയിൽ ആയുധമൊന്നും എടുത്താൽ ശരിയാവില്ല. അവരിതിനു വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി ശിശുപാലന്റെ അടുത്തേക്ക് ഓടി വന്നാൽ ശരിയാവില്ല. ആ കൈ കൊണ്ടടിച്ചിട്ടോ അതല്ലെങ്കിൽ കഴുത്ത് ഞെരിച്ചിട്ടോ ഒന്നും അവര് ഈ യാഗവേളയില്, യുധിഷ്ഠിരര് യാഗം ദീക്ഷിച്ചിരിക്കുന്ന ഈ യാഗവേളയില് അവരെ കൊണ്ട് ഇത് ചെയ്യിച്ചാൽ ശരിയല്ല. ഭഗവാനാണ് ചെയ്യേണ്ടതും. അങ്ങനെയാണല്ലോ, ശിശുപാലന്റെ വധം ഭഗവാൻ തന്നെയാണ് ചെയ്യേണ്ടതും. ആ സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു? പാണ്ഡവന്മാര് മാത്രല്ല അവിടെ കൂടിയിരിക്കുന്ന അനേകം രാജാക്കന്മാര് ശിശുപാലനോട് യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ട് പുറപ്പെട്ടതാണ്. ആ സമയത്ത് എന്ത് ചെയ്തു? നിവാര്യ നിജപക്ഷഗാനഭിമുഖസ്യ വിദ്വേഷിണസ്ത്വമേവ ജഹൃഷേ ശിരോധനുജധാരിണ സ്വാരിണാം ജനുസ്ത്രിതയലബ്ധയാ സതത ചിന്തയാ ശുദ്ധധീസ്ത്വയാ സപരമേകതാമധൃത
യോഗിനം ദുർലഭം. തന്റെ പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരെല്ലാവരും, കൃഷ്ണന്റെ പക്ഷത്ത് പറഞ്ഞാൽ യുധിഷ്ഠിരന്റെ ആൾക്കാര് എല്ലാവരെയും നിവാര്യ, അവരെയൊക്കെ ഭഗവാൻ തടുത്തു. ഒരാളും ഇതിൽ ഇടപെടണ്ട, എല്ലാവരെയും മാറ്റി നിർത്തി. എന്നിട്ട് ഭഗവാന്റെ കയ്യിൽ എന്തുണ്ട്? ധനുജധാരിണ സ്വാരിണ, ഭഗവാന്റെ കയ്യിലെ ചക്രം കൊണ്ട്. ആ ചക്രത്തിന്റെ സ്വഭാവം എന്താണ്? എത്രയോ അസുരന്മാരെ, ദാനവന്മാരെ ഒക്കെ അരിഞ്ഞു വീഴ്ത്തിയിട്ടുള്ള ചക്രമാണ് വിഷ്ണുവിന്റെ ചക്രം. ആ എത്ര ദേവാസുര യുദ്ധത്തിൽ എത്ര പേരെ വീഴ്ത്തിയിട്ടുള്ള ചക്രമാണ്. അതാണ് കൃഷ്ണന്റെ കയ്യില്. കൃഷ്ണൻ അത് എപ്പോഴും പുറത്തേക്ക് എപ്പോഴും ഒരു മുരളിയായിരിക്കും, ഓടക്കുഴലായിരിക്കും, അല്ലെങ്കിൽ കാലി വയ്ക്കുന്ന കോലായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് കൃഷ്ണൻ കാണപ്പെടുക. കൃഷ്ണൻ വിചാരിക്കുമ്പോഴേക്കും കൃഷ്ണന്റെ വിരൽ തുമ്പില് ആ ചക്രം വന്നു ചേരും. അങ്ങനെയുള്ള ചക്രം കൊണ്ട് ത്വമേവ, ഭഗവാൻ തന്നെ, അവർ മറ്റുള്ളവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ജഹൃഷേ ശിരോ, ശിശുപാലന്റെ തല കൊയ്യും. ജനുസ്ത്രിതയലബ്ധയ സതത ചിന്തയ. എത്രാമത്തെ ജന്മമാണിത്? 3-ാമത്തെ ജന്മമാണ്. ഈ 3 ജന്മങ്ങളിലും ജനിച്ച മുതൽ മരിക്കുന്നത് വരെ ഓരോരോ വേഷങ്ങളിലാണെന്ന് മാത്രം ഈ ജയവിജയന്മാര് ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിന്തിച്ച് 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 3-ാമത്തെ ജന്മത്തിന്റെ അവസാനമാകുമ്പോഴേക്കും മനസ്സ് തെളിഞ്ഞു. ഇവർക്ക് തിരിച്ചു പോകേണ്ടതാണ്. വൈകുണ്ഠത്തിലേക്ക് വീണ്ടും പ്രവേശം കിട്ടാൻ മാത്രം അവരുടെ മനസ്സ് തെളിഞ്ഞു. അങ്ങനെ സതത ചിന്തയ, എപ്പോഴും ഭഗവാനെ, ദേഷ്യത്തിലൂടെയാണെങ്കിലും എപ്പോഴും ഭഗവാനെ തന്നെ ആലോചിച്ചിട്ട് ശുദ്ധദീപ്, അങ്ങനെയുള്ള തെളിഞ്ഞ മോക്ഷം കിട്ടാൻ, മോക്ഷമല്ല, ഭഗവാന്റെ ലോകത്തിലേക്ക്. സായുജ്യം എന്ന് പറയുന്നത് പലതരത്തിലാവാം. ഭഗവാന്റെ രൂപം, അതാണ് സാരൂപ്യം. ഭഗവാന്റെ അടുത്ത് സാമീപ്യം. ഭഗവാന്റെ ലോകത്തില്, അതാണ് സാലോക്യം. ജയവിജയന്മാർക്ക് സാലോക്യം ഉണ്ടായിരുന്നാണ്. ഭഗവാന്റെ ലോകത്തിൽ വൈകുണ്ഠത്തിലായിരുന്നു. അവർക്കിപ്പോ അത് തിരിച്ചു കിട്ടാനുള്ള യോഗ്യത വന്നു. കാരണം എന്താ വെച്ചാൽ 3 ജന്മമായിട്ട് ഇവര് ഭഗവാനെ തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ശിശുപാൽ ദന്തവക്രനെ കൊല്ലുന്നതിനെ പറ്റിയിട്ടും ഭാഗവതത്തിൽ വിവരിച്ചിട്ടുണ്ട്. ശുദ്ധതീ സ്വയാ പരമേകതാമധൃതം. അങ്ങനെയുള്ള യോഗിനാം ദുർലഭം, യോഗിനാം ദുർലഭം, യോഗികൾക്ക് പോലും കിട്ടാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ഭഗവാനുമായിട്ടുള്ള ഐക്യം, ഭഗവാനുമായിട്ടുള്ള പരമമായിട്ടുള്ള ഐക്യം, യോഗികൾക്ക് പോലും കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഐക്യം അവർക്ക് ലഭിച്ചു. തത് സുമഹിതേ ത്വയാ ക്രതുവരേ നിരൂഢേ ജനോ യയൗ ജയതി ധർമ്മജോ ജയതി കൃഷ്ണ ഇത്യാലപൻ ഫല സതു സുയോധനോ ധുതമന സപത്നശ്രിയ മയാർപ്പിത സഭാമുഖേ സ്ഥലജല ഭ്രമാദ് അഭ്രമീത്. ആ സമയത്ത് എല്ലാവരും യാഗം കഴിഞ്ഞു. ജരാസന്ധവധം കഴിഞ്ഞു തുടക്കത്തില്. അത് കഴിഞ്ഞ് രാജസൂയ യാഗം കഴിഞ്ഞു, അഗ്നിപൂജ കഴിഞ്ഞു, ശിശുപാല വധം കഴിഞ്ഞു. എല്ലാവരും അവരവരുടെ സ്ഥാനത്തേക്ക് തിരിച്ചു പോവാണ്. എല്ലാവരും ധർമ്മജൻ ജയിക്കുന്നു. യാഗം ചെയ്തത് ധർമ്മജൻ, യുധിഷ്ഠിരൻ ജയിക്കുന്നു. ജയതി കൃഷ്ണ, കൃഷ്ണൻ ജയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പിരിഞ്ഞുപോയി. ആ സമയത്തോ ഒരാളുടെ മനസ്സ് മാത്രം കലുഷിതമായി. അത് സുയോധനന്റെ മനസ്സാണ്. കാരണം എന്താ വെച്ചാല് അവിടെ ശ്രീത്വം, തനിക്ക് മാത്രം, താൻ രാജാവ് ധൃതരാഷ്ട്രാണെങ്കിലും രാജ്യശ്രീ കൈകാര്യം ചെയ്യുന്നതൊക്കെ, കൈയാളുന്നതൊക്കെ ദുര്യോധനനാണ്. അതുപോലെ, അല്ലെങ്കിൽ അതേക്കാൾ കുറച്ചുകൂടി അധികമുള്ള ശ്രീയാണ് യുധിഷ്ഠിരനുള്ളത്. അത് കണ്ട് അസൂയപ്പെട്ടിട്ട് അതൊക്കെ കണ്ടു, അസൂയപ്പെട്ടു. എന്നിട്ട് ഇന്ദ്രപ്രസ്ഥത്തിലെ കൊട്ടാരത്തില് മയൻ എന്ന് പറഞ്ഞിട്ടുള്ള അസുരശില്പി ഉണ്ടാക്കിയിട്ടുള്ള ഒരു അതിമനോഹരമായിട്ടുള്ള മണ്ഡപമുണ്ട്. മയാർപ്പിത സഭാമുഖി. ആ മയൻ ഉണ്ടാക്കിയിട്ടുള്ള സഭാമണ്ഡപത്തില് അവിടെ കയറി. അവിടെ വന്നിട്ട് ജലം വന്നു. വെള്ളമില്ലാത്ത സ്ഥലത്ത് വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കുപ്പായം പൊന്തിച്ച് നടക്കും, വസ്ത്രം പൊക്കി നടക്കും. വെള്ളമുള്ള സ്ഥലത്ത് ഭൂമിയാണെന്ന് വിചാരിച്ചിട്ട്, സ്ഥലമാണെന്ന് വിചാരിച്ച് ജലത്തില് ഒന്നുമില്ലാത്ത പോലെ നടക്കുമ്പോൾ അവിടെ മറിഞ്ഞു വീഴും, അല്ലെങ്കിൽ ഡ്രസ്സിൽ മുഴുവനും വെള്ളമാവും. അങ്ങനെ പരിഭ്രമിച്ചു പോയി യുധിഷ്ഠിരൻ. തഥാ ഹസിതമുത്ഥിതം ദ്രുപദനന്ദന ഭീമയോരപങ്കകലയ
വിഭോ കിമപി താവതുജൃംഭയൻ ധരാഭര നിരാകൃതൗ സപതി നാമ ബീജം വപൻ ജനാർദ്ദനമരുത്പുരീ നിലയ പാഹി മാം ആമയാത്. ആ സമയത്ത് ഭീമൻ ഉറക്കെ ചിരിക്കും. ദ്രൗപദിയാണെങ്കിലും അങ്ങനെ ചിരിക്കുന്നത് ശരിയാണോ എന്ന് വിചാരിക്കുമ്പോഴേക്കും ഭഗവാൻ അപാങ്ക കലയാ. അപാങ്കം പറഞ്ഞ കടക്കണ്ണ്. കടക്കണ്ണുകൊണ്ട് നല്ലോണം ആംഗ്യം കൊടുത്തു. ചിരിച്ചോളൂ ചിരിച്ചോളൂ ആദ്യം. ആർക്ക്? ദ്രുപദ നന്ദനയ്ക്കും. ദ്രുപദ നന്ദിനി ആരാണ്? ദ്രൗപദി. ദ്രുപദന്റെ മകളായിട്ടുള്ള പാഞ്ചാലി. പാഞ്ചാലി ദേവിക്കും ഭീമനും നല്ല പോലെ പ്രേരണ കൊടുത്തുകൊണ്ട് നല്ല പോലെ അവര് ചെയ്യുന്നതിനെ പോഷിപ്പിച്ചുകൊണ്ട് ഭഗവാൻ കണ്ണുകൊണ്ട് ഒരു അപാങ്കലീല, ഭഗവാന്റെ കടക്കണ്ണുകൊണ്ട് ഒരു കളിച്ചു. അവരെ കൊണ്ട് ചിരിപ്പിച്ചു. ഹസിതം ഉത്ഥിതം. ധരാഭര നിരാകൃതൗ സപതി നാമ ബീജം വപൻ. ആ സമയത്ത് തന്നെ അത് എന്തായിരുന്നു? ഭൂഭാരം. ധര എന്ന് പറഞ്ഞ ഭൂമി, ഭൂമിയുടെ ഭാരം. ആ ഭൂമിയുടെ ഭാരം ഇല്ലാതാക്കാനുള്ള ഒരു വലിയ യുദ്ധത്തിന്റെ ബീജാവാപം അവിടെ നടന്നു. ബീജം വപൻ. അവിടെ വെച്ചിട്ട് വലിയ ഈ ഭൂമിയുടെ ഭാരം മുഴുവനും തീർക്കണം ഭഗവാൻ ഇവിടുന്ന് പോണതിന്റെ മുമ്പ്. മഹാഭാരത യുദ്ധം അതിനു വേണ്ടി കൂടിയായിരുന്നു. ആ മഹാഭാരത യുദ്ധത്തിന്റെ ബീജാവാപം അവിടെ വെച്ച് നടന്നു. അതിന്റെ വിത്ത് അവിടെ എറിഞ്ഞു കഴിഞ്ഞു. അങ്ങനെയല്ല ഭഗവാനെ ജനാർദ്ദന. അവിടുന്ന് ഗുരുവായൂരപ്പ, ഹേ ജനാർദ്ദന, മരുത്പുരി നിലയ ശ്രീ ഗുരുവായൂരപ്പ പാതാലയേശ, അവിടുന്ന് പാഹിമാം ആമയാത്, എന്നെ എൻ്റെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും മോചിപ്പിക്കണമെന്ന് എല്ലാ ദശകങ്ങളും അവസാനിപ്പിക്കുന്ന സമയത്ത് ആചാര്യൻ ചൊല്ലുന്നത് പോലെ ഇവിടെയും ചൊല്ലിയിട്ടാണ് സമർപ്പിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭഗവാന്റെ കാൽക്കല്, കേട്ടതൊക്കെ തന്നെ ഭഗവാന്റെ കാൽക്കല്, പിന്നെ ചിന്തിച്ചതൊക്കെ തന്നെ ഭക്തജനങ്ങളുടെ സമക്ഷം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഗുരുവായൂപുരാധീശ പ്രസീദ കരുണാകര, പുരുഷോത്തമ വൈകുണ്ഠ ത്വയി സർവം സമർപ്പിതം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം.